ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷാറോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഫലൂദയാണ്. ഹോം മെയ്ഡ് ഫലൂദ. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ് ഫലൂദ. വളരെ ടേസ്റ്റിയും എല്ലാവരും ഇഷ്ടപ്പെടുന്നതുമാണ് ഫലൂദ. വേനൽക്കാലത്ത് കഴിക്കാൻ വളരെ നല്ലതാണത്. നമുക്ക് വേനൽക്കാലത്ത് കുട്ടികൾക്ക് ഇത് തയ്യാറാക്കി കൊടുക്കാം. ഫലൂദ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഫലൂദ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 1/2 ലിറ്റർ പാല് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ചവ്വരി 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. സേമിയ 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ സ്പൂണിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കഷ്കഷ് അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് ഞാൻ ഈ സ്പൂണിന് 4 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉണക്കമുന്തിരി 2 തരം എടുത്തിട്ടുണ്ട്, വെളുത്തതും കറുത്തതും. ഇത് അല്പം വെള്ളം ഒഴിച്ച് നമ്മൾ കുതിർത്ത് വയ്ക്കണം. അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഞാനിത്. പിന്നെ വേണ്ട നമുക്ക് റോസ് സിറപ്പ്, പിന്നെ നമുക്ക് ഐസ്ക്രീമും വേണം. 2 സ്പൂൺ പഞ്ചസാര ഇട്ട് 1/2 ലിറ്റർ പാല് ഞാൻ നന്നായി തിളപ്പിച്ചെടുത്തു. ഇങ്ങനെ നന്നായിട്ട് ഇത് ഇളക്കി തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ഇത് ആറിച്ച് വേണം നമുക്ക് വലുതായിക്ക് യൂസ് ചെയ്യാം. ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിത് തീ ഓഫ് ചെയ്യുന്നു. അടുത്തതായി നമുക്ക് കഷ്കഷ് എടുത്ത് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് കുതിർന്നു വരുന്നതിനായിട്ട് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് നമുക്കിങ്ങനെ വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും. നമുക്കിത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സേമിയ നമുക്ക് ഇനി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നമുക്ക് തിളച്ചതിന് ശേഷം മാത്രമേ ഈ സേമിയ ഇട്ട് കൊടുക്കാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം നമുക്ക് ഈ പാത്രത്തിലെ വെള്ളം തിളയ്ക്കുന്നതിനായിട്ട് സ്റ്റൗവിന്മേൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് സേമിയ ഇട്ട് കൊടുക്കുന്നു. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇത് വെന്ത് വരട്ടെ. ഇപ്പോൾ സേമിയ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇതിലെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം. അരിപ്പയിൽ ഒഴിക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇത് ചവ്വരിയാണ്. ഞാൻ ചവ്വരി വേവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ചവ്വരി ഞാൻ 2 സ്പൂണാണ് എടുത്തിരുന്നത്. ഇതൊരു പാത്രത്തിനകത്തിട്ട് 1.5 ഗ്ലാസ് വെള്ളം ആ പാത്രത്തിലേക്ക് ഒഴിച്ച് ഞാനിത് നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചവ്വരി വേവിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ 2 സ്പൂൺ ചവ്വരിയാണ് ഇടുന്നതെങ്കിലും നമ്മൾ കൂടുതൽ വെള്ളം അതിനകത്ത് ഒഴിച്ച് വേണം വേവിക്കാൻ. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് വെള്ളം പറ്റിപ്പോവും. അപ്പം നമ്മൾ വെള്ളം കൂടുതൽ ഒഴിച്ച് വേവിക്കണം. എന്നിട്ട് ഞാനതിലേക്ക് 1/2 സ്പൂൺ റോസ് സിറപ്പും കൂടെ ഒഴിച്ചിരുന്നു. അതാണ് ഇതിന് ഈ കളർ വന്നിരിക്കുന്നത്. അത് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചേർക്കാനായിട്ട് ഞാൻ 2 തരത്തിലുള്ള ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് വാനില ഐസ്ക്രീമും ഇത് പൈനാപ്പിൾ ഐസ്ക്രീമും. ഇത് രണ്ടും വീട്ടിൽ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഫലൂദയ്ക്ക് ചേർക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിൽ എങ്ങനെയാണ് ഫലൂദ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഫലൂദയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഞാൻ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഫലൂദ തയ്യാറാക്കുന്നത് നോക്കാം. ഫലൂദ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ റോസ് സിറപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. സേമിയ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ സേമിയ ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കിത് ഇതിൽ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചവ്വരി വേവിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ വീതം ഇടാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഷ്കഷ് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് അല്പം പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റോസ് സിറപ്പ് കലർത്തി വെച്ചിരിക്കുന്ന തണുപ്പിച്ച പാലാണിത്. ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് ഡ്രൈ ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഞാനിത് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളിൻ്റെ ഐസ്ക്രീം നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അല്പം പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കാം. നമ്മുടെ ഫലൂദ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതിന് മേലേക്ക് ചെറി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫലൂദ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റിയാണിത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് റെഡിയാക്കി നമ്മുടെ വീട്ടിൽ തന്നെ കൊടുക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.